പെൺകുട്ടികളെ വിൽക്കുകയും കച്ചവടം ചെയ്യുന്ന ഏറ്റവും വലിയ രാജ്യമെന്ന് പറഞ്ഞ് ഇന്ത്യയാണ്. അതിനൊന്നും ഇവർക്ക് പ്രശ്നമില്ല. ഈ ബീഫിന്റെ വായിലിടുന്നതാണ് പ്രശ്നം. ഈ പറയുന്ന നോർത്ത് ഈസ്റ്റിലെ 3ഓളം പെൺകുട്ടികൾ ഇന്നലെ മാൾവിയ നഗറിൽ എന്ത് ക്രൂരമായിട്ടാണ് ഈ റേസിസ്റ്റ് അറ്റാക്ക് ഉണ്ടായത്. ആ പെൺകുട്ടികളെ എന്താ വിളിച്ചത്? ഈ പറയുന്ന 3 പെൺകുട്ടികൾ ഹിന്ദു പെൺകുട്ടികളാണ് അരുണാചൽ. അവരെ വിളിച്ചത് സ്പായിലും മസാജ് പാർലറിലും ജോലി ചെയ്യുന്ന, കാരണം ഉപയോഗിച്ച വാക്കറിയാവില്ല, ഞാൻ പറയാവില്ല എന്താ ആവർത്തിക്കേണ്ട കാര്യമില്ല, അത് അത്രയും വംശീയ വിരുദ്ധമായിട്ടുള്ള വാക്കുകൾ. ഓക്കെ, എന്നിട്ട് അവർ ഇതേപോലെ അറ്റാക്ക് ചെയ്തു. അത് ഡൽഹിയിലാണെങ്കിൽ നോർത്ത് ഇന്ത്യയിലും വളരെ സ്പഷ്ടമായിട്ട് കാണുന്ന സംഭവമാണ്. ഈ പറയുന്ന അരുണാചലുകാര്, ഈ പറയുന്ന നോർത്ത് ഈസ്റ്റുകാർ നേരിടുന്ന ഏറ്റവും വലിയ ഇഷ്യൂ എന്തുവാ? അവർക്ക് ചൈനയിൽ പോയി കഴിഞ്ഞാൽ ചൈന പറയുന്നത് അവർ നിങ്ങൾ ഇന്ത്യക്കാരല്ല, ചൈനീസ് സിറ്റിസണാണ്. എന്നിട്ട് അവർ ഇന്ത്യയുടെ കൂടെ നിൽക്കുക. അപ്പൊ അവരെയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ചെയ്യേണ്ടത് ഡൽഹി ഫയലല്ലേ ചെയ്യേണ്ടത്, ഇന്ത്യൻ ഫയലല്ലേ ചെയ്യേണ്ടത്? ഏറ്റവും കൂടുതൽ സ്ത്രീകളെ അറ്റാക്ക് ചെയ്യുന്ന രാജ്യം ഏതാ? ഇന്ത്യയല്ലേ. ഏറ്റവും കൂടുതൽ സ്ത്രീകളെ സഫർ ചെയ്ത രാജ്യം ഏതാ? ഇന്ത്യയല്ലേ. ഏറ്റവും കൂടുതൽ സ്ത്രീകളെ കൊല്ലുന്ന രാജ്യം ഇന്ത്യയല്ലേ. അപ്പൊ ഇന്ത്യൻ സ്ത്രീകളെ പറ്റിയാണ് ചെയ്യേണ്ടത്. കാരണം ഇന്ത്യൻ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ ഇവിടെ മതപരമായ പല രീതികളുമുണ്ട്. ഇസ്ലാമിന്റെ മറ്റൊരു വശമുണ്ട് ഈ ഹിന്ദുത്വ സനാതന ധർമ്മത്തിനകത്ത്. അപ്പൊ അതല്ലേ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ടത്. അതായത് ബീഫ്, അതാണ് ഇവർക്ക് യഥാർത്ഥ ഇഷ്യൂ എന്ന് ഒളിച്ചോടാൻ വേണ്ടി ചെയ്യുന്നതാണ്. പ്രത്യേകിച്ചും മലയാളികളെ താറടിക്കാൻ വേണ്ടി. കാരണം എല്ലാവർക്കും അറിയാം മലയാളി എന്ന് പറഞ്ഞ സംഭവം, ആ DNA ഉള്ളവരെ ഗ്ലോബലായിട്ട് അക്സെപ്റ്റ് ചെയ്യും. ഒരു മലയാളി ഒരു നോർത്ത് ഇന്ത്യക്കാരന് വലിയ വ്യത്യാസമുള്ളത്, ചെറിയ വ്യത്യാസമല്ല. കാരണം അവൻ എഡ്യൂക്കേറ്റഡ് ആണ്. ഈ പറയുന്ന നോർത്ത് ഇന്ത്യക്കാരൻ അന്ധമായിട്ട് ഈ കാര്യങ്ങളൊക്കെ വിശ്വസിക്കും. അപ്പോൾ ഈ പറയുന്ന സൊസൈറ്റിയാണ് മലയാളികൾ. അതെ, ഈ മഹാത്മാഗാന്ധിജി എന്ത് ചെയ്തു എന്നൊക്കെ ഈ പറയുന്ന ആ വൃത്തികെട്ട PC ജോർജ് പറയുമ്പോഴൊക്കെ ആൾക്കാർ വിശ്വസിക്കും. ആര്? നോർത്ത് ഇന്ത്യക്കാർ വിശ്വസിക്കും, മലയാളികൾ വിശ്വസിക്കത്തില്ല. മലയാളിക്കറിയാം ആരാണ് നരേന്ദ്രമോദി, ആരാണ് മഹാത്മാഗാന്ധി, ആരാണ് മൻമോഹൻ സിംഗ്. ഇന്ത്യക്കാർക്കറിയാം, മലയാളികൾക്ക് ശരിക്കും അറിയാം. ഒരു കാര്യം പറയാം, കേരളത്തിനകത്തൊരു ഒരു സ്വഭാവമുണ്ട്. നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണ്, നമ്മൾ ഗ്ലോബലായിട്ട് ട്രാവൽ ചെയ്യുന്നവരാണ്. അല്ലാതെ 24 മണിക്കൂറും ചാണകവും അതിൻ്റെ അകത്ത് പ്ലൂട്ടോണിയും അതിനകത്ത് ഇതും ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കൂട്ടരല്ല നമ്മളെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇങ്ങനൊരു ടോപ്പിക്ക് കൊണ്ടുവന്ന് കേരളത്തെ വളരെ ടാർണിഷ് ചെയ്യുക, ഇത് തന്നെയാണ് ഉദ്ദേശം.